എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിലേക്ക് ലിങ്ക് നൽകുവാനുള്ള വെബ് പേജിലെ ഒരു ചോദ്യം. ഇത് മലയാളം മീഡിയം ചോദ്യമാണ്. ഇംഗ്ലീഷ് മീഡിയം ചോദ്യവും നൽകിയിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കുക. ഇത് ഇംഗ്ലീഷ് മീഡിയം ചോദ്യം. സമയം കളയാതെ നമുക്ക് ഇത് ചെയ്തു തുടങ്ങാം. ഈ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള AI എന്ന ഫോൾഡറിനുള്ളിലെ ai.css എന്ന ഈ കാണുന്ന ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് ഹോമിൽ തന്നെയുള്ള എക്സാം 10ലേക്ക് പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പേസ്റ്റ് ചെയ്തു. ഇനി ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്ക് വീണ്ടും AI ഫോൾഡറിലേക്ക് പോകണം. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലാണ് AI ഫോൾഡറുള്ളത്. അത് തുറക്കുന്നു. ഇതിലെ index.html എന്ന ഫയലാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. നിലവിൽ അതിൻ്റെ രൂപം അറിയാൻ ഇപ്പോൾ നമുക്കത് ഡബിൾ ക്ലിക്ക് ചെയ്തൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ രൂപം ഇതാണ്. ഇത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ രൂപത്തിലേക്ക് മാറുന്നതാണ്. ഇതിപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്യാം. ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ തുറക്കണമെന്ന് നോക്കാം. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 2 ടെക്സ്റ്റ് എഡിറ്ററുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരാത്ത പക്ഷം ഇവിടെ വ്യൂ ഓൾ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ലിങ്ക് കൊടുക്കുക എന്ന ഒരു കാര്യം മാത്രമാണ് ഇവിടെ ആകെ ചെയ്യുവാനുള്ളത്. അതിനുള്ള സ്ഥലം കണ്ടുപിടിക്കുക, എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു പണി. ആദ്യം അതിനുള്ള സ്ഥലം കണ്ടുപിടിക്കുക. ഹെഡ് ടാഗുകൾക്കിടയിലാണ് ലിങ്ക് കൊടുക്കേണ്ടത്. ഹെഡ് ടാഗിൻ്റെ ഒരു ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉണ്ട്. നമുക്ക് ക്ലോസിംഗ് ടാഗിന് തൊട്ട് മുമ്പ് ലിങ്ക് കൊടുത്തു നോക്കാം. ആദ്യം ഇവിടെ ലെസ് ദാൻ ചിഹ്നം ടൈപ്പ് ചെയ്യുന്നു. ഇനി ലിങ്ക് റിലേഷൻ, അതിൻ്റെ ചുരുക്കം, സമചിഹ്നം, ഇൻവെർട്ടർ കോമയ്ക്കുള്ളിൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുന്നു. സ്റ്റൈൽ ഷീറ്റ് എന്നതിന് ശേഷം ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുന്നു. ഇനി സ്പേസ്, അടുത്തത് ടൈപ്പ് സമം ഇൻവെർട്ടർ കോമയ്ക്കുള്ളിൽ ടെക്സ്റ്റ് /CSS ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുന്നു. ഈ ഭാഗം ടൈപ്പ് ചെയ്തില്ലെങ്കിലും വർക്ക് ചെയ്യും. വീണ്ടും സ്പേസ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. href സമം ഇൻവെർട്ടർ കോമയ്ക്കുള്ളിൽ നമ്മളുടെ ഫയലിൻ്റെ പേര് തെറ്റാതെ ടൈപ്പ് ചെയ്യുക. ഫയലിൻ്റെ പേര് നമുക്ക് ഓർമ്മയുണ്ട്, ai.css എന്നതാണ്. ഇൻവെർട്ടഡ് കോമകൾക്കുള്ളിൽ അത് തെറ്റാതെ ടൈപ്പ് ചെയ്തു. ഇനി ഗ്രേറ്റർ ദാൻ ചിഹ്നം കൊണ്ട് അത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യണം. ഇവിടെ സേവ് ഓപ്ഷൻ ഉണ്ട്. സേവ് ആസ് ഓപ്ഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം 10 ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. index.html എന്ന പേരിന് പകരം രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയൽ നാമം നൽകുന്നു. .html മായ്ച്ചു കളയാൻ പാടില്ല. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ചോദ്യത്തിൽ പറഞ്ഞ മാറ്റങ്ങൾ നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത ഫയലിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഹോമിലെ എക്സാം 10ൽ ഇതാണ് നമ്മൾ സേവ് ചെയ്ത ഫയൽ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ചോദ്യത്തിൽ പറഞ്ഞ മാതൃകയിലേക്ക് തന്നെ നമ്മളുടെ വെബ് പേജ് മാറിക്കഴിഞ്ഞു.